ഹലോ ഗൈസ്. രാവിലെ എണീറ്റ് പുറത്തോട്ട് നോക്കിയപ്പോൾ പുതിയതായിട്ടൊന്നും കാണാനില്ല. വീടിന് പുറത്ത് പൊട്ടിയൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നോക്കി രണ്ട് കൊഞ്ഞനം കാണിച്ച് ഞാൻ എൻ്റെ പണി തുടങ്ങി. ഒന്നും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടും തുറന്നു നോക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു കുപ്പി വെള്ളം വയ്ക്കാൻ 10 വട്ടം ചിന്തിക്കുന്നവനായി ഞാൻ. രാവിലെ ഉച്ചയ്ക്ക് വയറ് നിറയ്ക്കാൻ അരി നോക്കുമ്പോഴാണ് അറിയണേ അരി കഴിഞ്ഞത്. രാവിലെ തന്നെ കടയിലേക്ക് പോയി. ഞങ്ങൾക്ക് ആവശ്യമുള്ള അരി സാധനങ്ങളെല്ലാം പറഞ്ഞുട്ടാ. ഈ ചേച്ചി അവന് മാത്രം ബിസ്ക്കറ്റ് കൊടുത്ത് എനിക്ക് സ്റ്റൈലാട്ടോ. കാരണം ഇവിടെ ഒരുത്തും നോക്കിയിരിക്കുന്നത് കണ്ടോ. അതെനിക്ക് വളരെ സങ്കടമായി ഗായ്സ്. ഞാൻ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെ ബിസ്ക്കറ്റ് മേടിച്ച് ഞാൻ അവന് കൊണ്ടുപോയി കൊടുത്തു. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ആൾക്കാർ എന്നെ നോക്കുന്നുണ്ടായിട്ടാ. ഈ നായാണെങ്കിൽ കൊടുത്തതിന്റെ നന്ദി പോലും ഇല്ല. മനുഷ്യനെ നാണം കെടുത്താൻ വേണോ വേണ്ടയോ പറഞ്ഞിട്ടുള്ള അവന്റെ ഒരു തീറ്റ. ഇനി ഇല്ലട മോനെ, ഇവിടെ എനിക്ക് തിന്നാനേ ഒന്നുമില്ല, വേറെ ആളെ നോക്ക്. സാധനം വാങ്ങി വേഗം പോയി അരി കഴുകുമ്പോ രാവിലെ എണീച്ച് ഫോണൊക്കെ നോക്കിയിരിക്കാതെ ഒരു 2 ഗ്ലാസ് അരിയൊക്കെ എടുത്ത് ഇങ്ങനെ കഴുകി വീട്ടിലെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്താൽ ഒരു സന്തോഷം. ഈ ഒരു കാര്യം പറയാൻ തോന്നി. കറി വെക്കാൻ തേങ്ങ ആവശ്യമായതുകൊണ്ട് രണ്ടുപേരെ പൊതിക്കാന്ന് വിചാരിച്ചു. തേങ്ങയും ഞാനും രാവിലെ തന്നെ ഒരു മൽപ്പിടുത്തം പറിച്ചിട്ടാണെങ്കിൽ ഇതങ്ങോട്ട് വരണമില്ല. ഞാൻ പക്ഷെ വലിച്ച് പൊളിച്ചു ഗൈസ്. ഞാൻ ആളൊരു കില്ലാടി തന്നെ അല്ലേ. പൊളിച്ചാൽ മാത്രം പോരല്ലോ, ചെലവും വേണമല്ലോ. കുളിയൊക്കെ കഴിഞ്ഞ് സാറിന്റെ വീട്ടിലോട്ട് പോയി നോക്കുമ്പോ എന്നെ പോലെ തൊഴുത്തിലിട്ട് 2 കിടാങ്ങൾ. ഞാൻ ആദ്യം തന്നെ അവരോട് എന്റെ സങ്കടങ്ങൾ പറഞ്ഞുട്ടാ. പിന്നെയല്ലേ മനസ്സിലായേ എന്നേക്കാൾ സങ്കടമാണ് ഇവർക്ക്. ആരൊക്കെയോ വരണു പോണു, ഞങ്ങൾ രണ്ടുപേരും ഈ തൊഴുത്തിനുള്ളിൽ തന്നെയാടാ. എന്ന് ഈ തൊഴുത്തിൽ തന്നെയാടാ, ഒന്ന് അയച്ചു വിടറാന്ന് എന്നോട് സംസാരിച്ച് ഞങ്ങൾക്ക് പിരിയാൻ പറ്റാത്തൊരവസ്ഥയായി ഗൈസ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വണ്ടി എടുത്ത് നേരെ ഒരു സ്ഥലം വരെ പോയി. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ ഗൈസ്.